ആദ്യ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു കോഡാണ് പഠിച്ചത്. ഇത്തരത്തിൽ നമ്മൾ ഡാറ്റകളെ താൽക്കാലികമായിട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ശേഖരിച്ചു വയ്ക്കുന്നതിന് നമ്മൾ പറയുന്ന ഒരു സങ്കേതമാണ് വാരിയബിൾസ് അഥവാ ചരങ്ങൾ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ വാരിയബിൾസ് കൊടുക്കുന്നത് അക്ഷര രൂപത്തിലാണ്. ഇവയ്ക്ക് ഒരിക്കലും മറ്റൊരു തരത്തിലുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സും പേരായിട്ട് നൽകാൻ പാടുള്ളതല്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ വാരിയബിളും ഏത് തരത്തിലുള്ള ഡാറ്റയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റ ടൈപ്പ് എന്നൊരു പദം നമ്മളവിടെ ഉപയോഗിക്കാറുണ്ട്. ഡാറ്റ ടൈപ്പ് പല തരത്തിലുണ്ട്. ഇൻറ്റീജർ, ഫ്ലോട്ട്, സ്ട്രിങ്, ഇമേജ്, ഓഡിയോ, ഡേറ്റ്, ടൈം എന്നിങ്ങനെ ഡാറ്റ ടൈപ്പുകൾ പല തരത്തിൽ പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ പൈത്തൺ ഭാഷ ഉപയോഗിക്കുന്ന സമയത്ത് വേരിയബിളുകൾ നിർമ്മിക്കുമ്പോൾ ഡാറ്റ ടൈപ്പ് നമ്മൾ പ്രത്യേകം എടുത്ത് കാണിക്കേണ്ടതില്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. ഇനി അവിടെ നമ്മൾ ഇത്തരത്തിൽ ഒരു ഡാറ്റ നമ്മൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇത് ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ഡാറ്റ സ്ട്രിംഗ് രൂപത്തിലുള്ളതായിരിക്കും. ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടെ കാണാൻ കഴിയും. അവിടെ നമ്മൾ ഓൾറെഡി ബർത്ത് ഇയറും കറണ്ട് ഇയറും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏജ് കണ്ടെത്തി അത് ഏജ് മാത്രം ഇത്രയാണ് എന്ന് പറയുന്ന രീതിയായിരുന്നു. ഇനി നമ്മളോട് തന്നെ ഡാറ്റ ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം ഇങ്ങോട്ട് ചോദിക്കുകയും ആ സമയത്ത് നമുക്ക് ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും തുടർന്ന് ആ ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ട് ഏജ് തിരിച്ച് ടൈപ്പ് ചെയ്ത് തരുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആ സമയത്ത് നമ്മളോട് നെയിം ചോദിക്കണം, കറണ്ട് ഇയർ ചോദിക്കണം, ബർത്ത് ഇയർ ചോദിക്കണം. ഇത്രയും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു റിപ്ലൈ തരുന്ന രീതിയാണ് ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രിംഗ് രൂപത്തിൽ തയ്യാറാക്കുന്ന ഈ വിവരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഗണിത ക്രിയകൾ ചെയ്യാൻ പറ്റില്ല. വ്യക്തിയുടെ പേര്, അഡ്രസ്സ് തുടങ്ങിയൊക്കെ ലെറ്റേഴ്സ് ആയിരിക്കും. എന്നാൽ ഇപ്പോൾ ബർത്ത് ഇയർ, അതേപോലെ ഹൈറ്റ്, വെയ്റ്റ് തുടങ്ങിയവയൊക്കെ അക്കങ്ങളായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രിംഗ് രൂപത്തിലുള്ളവയെ ഇൻറ്റീജർ രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി INT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. INT ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അതേതാണോ സ്ട്രിങ് അത് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന ഒരു പഴയ നമ്മൾ തയ്യാറാക്കിയിരുന്ന ഒരു age.py എന്ന് പറയുന്ന പ്രോഗ്രാമിനെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ പ്രോഗ്രാം തയ്യാറാക്കി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകതകൾ അതിൽ ഉണ്ടായിരിക്കും. നെയിം ഈക്വൽ ടു ഇൻപുട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ വാട്ട് ഈസ് യുവർ നെയിം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു ഭാഗത്ത് ഡബിൾ ഇൻവേർട്ടഡ് കോമ ഉള്ളത് കൊണ്ട് തന്നെ അതൊരിക്കലും ഒരു കോഡായിട്ട് റീഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവിടെ വലിയ അക്ഷരം കുഴപ്പമില്ലാത്തത്, സ്പേസ് കുഴപ്പമില്ലാത്തത്. എന്നാൽ ബാക്കിയുള്ളയിടത്ത് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. ഇവിടെ കറൻറ്റ് ഇയർ എന്നുള്ളത് ടൈപ്പ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ. കറൻറ്റ് _ഇയർ ഈക്വൽ ടു ഇൻപുട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ എൻ്റർ കറൻറ്റ് ഇയർ ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ചെയ്യുന്നു. അടുത്ത വരിയിൽ ബർത്ത് ഇയർ _ഇയർ ഈക്വൽ ടു ഇൻപുട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ എൻ്റർ യുവർ ബർത്ത് ഇയർ ഡബിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇനി ഏജ് ഈക്വൽ ടു നമ്മൾ ഇവിടെയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. ഏജ് ഈക്വൽ ടു അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള ഈ ഒരു സ്ട്രിങ്ങുകളെ ഏത് തരത്തിലുള്ളതാണെന്ന് മാറ്റണം, ഇൻറ്റീജർ ആണെന്ന് മാറ്റണം. അതുകൊണ്ട് തന്നെ INT അതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൽ കറൻറ്റ് _ഇയർ ഇവിടെ ശ്രദ്ധിക്കണം. നേരത്തെ ടൈപ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് എററായിട്ട് മാറും. മൈനസ് ഇൻറ്റീജർ birth underscore year
ഇനി പ്രിൻ്റ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തത് കൊടുക്കുന്നത്. പ്രിൻ്റ് ബ്രാക്കറ്റിൽ നെയിം കോമ, അതായത് ഓരോന്നും പ്രത്യേകം കോമ വെച്ചുകൊണ്ട് വേർതിരിച്ച് കാണിക്കണം. നെയിം കോമ, വീണ്ടും ഒരു ഡബിൾ ഇൻവേർട്ടഡ് കോമ ഓപ്പൺ ചെയ്യുകയാണ്. യുവർ ഏജ് ഈസ് ഡബിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുന്നു, കോമ ഏജ്. ഇവിടെ 3 കാര്യമാണ് വരുന്നത്. നെയിം എന്നുള്ളത്, നെയിം ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് എന്താണോ അത് ഇവിടേക്ക് വരും. അടുത്തത് യുവർ ഏജ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് വരുന്നു. പിന്നീട് ഏജ് എന്ന് കൊടുക്കുമ്പോൾ അവിടെ ഏജ് എന്താണോ, ഇതിൻ്റെ ഉത്തരം എന്താണോ വരുന്നത് അതവിടെ എഴുതി കാണിക്കുന്ന രീതിയാണ്. ഇവിടെ ഞാൻ ഈ ഒരു ഫയലിലേക്ക് തന്നെ ഇത് സേവ് ചെയ്യണം. അപ്പോൾ ഓവർ റൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി വീണ്ടും ഫയൽസിൽ വരുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ഇൻ ടെർമിനൽ കൊടുക്കുന്നു. python3 സ്പേസ് age.py എന്നുള്ള ടൈപ്പ് ചെയ്യുന്നു. അവിടെ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നു. ഞാനിപ്പോൾ ഗെയ്സ് എന്ന് കൊടുക്കുന്നു, എൻ്റർ അമർത്തുന്നു. കറൻറ്റ് ഇയർ ചോദിക്കുന്നു, 2025 എന്ന് കൊടുക്കുന്നു. ബർത്ത് ഇയർ എന്ന് ചോദിക്കുന്നു, ഞാനൊരു 2000 അടിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് വരുന്നത് യുവർ ഏജ് ഈസ് 25 എന്ന് വരുന്നു. ഇതാണ് നമുക്കിനി അടുത്തതായിട്ട് നോക്കാൻ ഉള്ളത്.